ശ്രീജേഷിൻ്റെ ഒരു ചരിത്രം നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ശ്രീജേഷിൻ്റെ അച്ഛൻ പശുവിനെ വിറ്റാണ് ഹോക്കി ജേഴ്സി മേടിക്കാൻ പോയത്. ഈ അച്ഛനമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് വന്നേ കാണട്ടെ എല്ലാവരും. ശ്രീജിത്തിൻ്റെ മോനാ ഹോക്കി കളിക്കാൻ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീജിത്ത് കണ്ട ഇപ്പം തന്നെ ചാടി തുടങ്ങി. പിന്നെ ഇതുപോലെയുള്ള മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു ഇൻസ്പിറേഷനാണ് ഇവർ. കാരണം ഒരു തരത്തിലും ഒരാളെ ദിവസേന കൂലി അധ്വാനം കൃഷിയൊക്കെ കൊണ്ടൊരു വലിയ സ്പോർട്സ് താരത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു മനസ്സാണ് വേണ്ടത്. ശ്രീജേഷ് ആദ്യം കാലിൽ കയറ് കെട്ടിയാൽ അന്ന് കളിക്കാൻ പോയെന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്, ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അല്ല, നമുക്കത് ഓരോരുത്തർക്കും ഒരുപാട് സൗകര്യങ്ങളുണ്ടായിട്ടും കളിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ അതിനൊരു മനസ്സ് വേണം. നമ്മുടെ ഈ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ മാത്രമേ നേടിയെടുക്കാനൊക്കെ ഉള്ളൂ. അവസരങ്ങൾ വളരെ കുറവാണ് മനുഷ്യന്. 1-2 ചാൻസേ ജീവിതത്തിൽ കിട്ടുകയുള്ളൂ. ഞാനൊക്കെ ഒറ്റ ചാൻസുകാരനാണ് രക്ഷപ്പെട്ടു പോയത്. അങ്ങനെ അവസരങ്ങൾ നമുക്കുണ്ടാവും. അവസരങ്ങൾ തട്ടിക്കളയാതിരിക്കുക, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതാണ് ശ്രീജേഷിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇപ്പോൾ നമുക്കൊരു 2 മെഡൽ പുള്ളി സംഘടിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ബാക്കി നമ്മുടെ ഉത്തരവാദിത്വമാണ് പുള്ളിയെ ഒന്ന് നിലനിർത്തി നിർത്തുകയെന്ന് വെച്ചാൽ. അപ്പോൾ ശ്രീജേഷിൻ്റെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഹോക്കിയുടെ കോച്ചാണ്. അപ്പോൾ കേരളത്തിൽ ഇനി ശ്രീജേഷിൻ്റെ ടെക്നിക്ക് പിടിച്ച പിള്ളേരൊക്കെ കൂടെ ചേർന്നാൽ ഇനിയും ഇതുപോലെ ഇതിനേക്കാളും കളറുള്ള മെഡൽ കൊണ്ടുവരാം. അത് പിള്ളേരെ പുറകിക്കുന്ന ഇപ്പോഴത്തെ മക്കളുടെ ആവേശം കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഏതായാലും ഇവന്മാർ എന്തെങ്കിലും സംഘടിപ്പിക്കുന്നത്. ഇതുപോലെ കേരളത്തിൽ ഒരുപാട് സ്പോർട്സ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. നമ്മുടെ കൊച്ചു കേരളവും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളോടും ലോകത്തെ എല്ലാ വലിയ വലിയ കളിക്കാരോടുമൊക്കെ മത്സരിക്കാവുന്ന തരത്തിൽ അവരെ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ്.